ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സംഭവം ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു. ഇതോടെ ഗാസ മധ്യസ്ഥതയിൽ നിന്ന് ഖത്തർ പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം US സന്ദർശന വേളയിൽ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു. ഇനി ഖത്തറിനെ ആക്രമിക്കില്ലെന്നും നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ അറിയിച്ചു. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ആക്രമണത്തിലും ഖത്തർ പൗരൻ കൊല്ലപ്പെട്ടതിലും നെതന്യാഹു ക്ഷമ ചോദിച്ചു. നെതന്യാഹുവിൻ്റെ ക്ഷമാപണത്തോട് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റവും അംഗീകരിക്കാനാവില്ലെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഇസ്രായേൽ നൽകിയ ഉറപ്പിനെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പിന്നാലെ US-ൻ്റെ ഗാസ സമാധാന പദ്ധതി ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തു. ട്രംപിൻ്റെ പദ്ധതിയെ അറബ് മുസ്ലിം രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. 8 അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. സൗദി അറേബ്യ, ജോർദാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരാണ് സംയുക്ത പ്രസ്താവന നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിൻ്റെ ആത്മാർത്ഥ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും രാജ്യങ്ങൾ പ്രസ്താവനയിൽ പറയുന്നു. ഗാസയിലെ സമാധാന ശ്രമങ്ങളിൽ ഖത്തർ അമീറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപിൻ്റെ പ്രശംസ. നയതന്ത്ര തലത്തിൽ ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ട്രംപ് എടുത്തു പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ നിരന്തരം ഇടപെടുന്ന അത്ഭുത വ്യക്തിത്വമാണ് ഖത്തർ അമീർ എന്നായിരുന്നു ട്രംപിൻ്റെ പ്രശംസ. നയതന്ത്ര മേഖലയിൽ ഖത്തർ നടത്തുന്ന ശ്രമങ്ങളെയും ട്രംപ് അഭിനന്ദിച്ചു. പശ്ചിമേഷ്യയിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തറിൻ്റെ പങ്ക് നിർണായകവും തന്ത്രപരവുമാണെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ പലസ്തീൻ രാഷ്ട്രം വെറും പറച്ചിലിൽ മാത്രം ഒതുങ്ങരുതെന്നും യാഥാർത്ഥ്യമാകണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. പലസ്തീൻ രാഷ്ട്രം വരുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിന് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്നും ഖത്തർ വ്യക്തമാക്കി. പലസ്തീൻ അടക്കമുള്ള അറബ് പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ്. പലസ്തീൻ രാഷ്ട്രം കടലാസിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. നിലവിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്. ഈ യുദ്ധവും അവസാനിപ്പിക്കണം. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക സഹായങ്ങൾ എത്തിക്കുകയും വേണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. ഗാസയുടെ പുനർനിർമ്മാണത്തിന് തയ്യാറാണെന്നും ഖത്തർ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയുടെ പുനർനിർമ്മാണത്തിനും എല്ലാവിധ പിന്തുണയും നൽകും. ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉത്തരവാദിത്തത്തോടെ പരിശോധിക്കുമെന്ന് ഹമാസ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഖത്തർ വ്യക്തമാക്കി.